തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജു MLA ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാർ. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞത്. ശിക്ഷ പിന്നീട് പ്രഖ്യാപിക്കും. കേസിൽ രണ്ടാം പ്രതിയാണ് ആന്റണി രാജു MLA. ഒന്നാം പ്രതി KS ജോസും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും ഉൾപ്പെടെ 6 വകുപ്പുകളിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. IPC 409, 34 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 409 വകുപ്പ് പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിശ്വാസവഞ്ചനയ്ക്ക് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാം. പൊതുവായ ലക്ഷ്യത്തോടെ ഒത്തുചേർന്ന് കുറ്റകൃത്യം നടത്തുക എന്നതാണ് IPC 34 വകുപ്പിന്റെ പരിധിയിൽ വരുന്നത്. ഇതിനു പുറമെ IPC 120B, 201 തുടങ്ങിയ വകുപ്പുകളും നിലനിൽക്കുമെന്നും കോടതി അറിയിച്ചു. IPC 420, 317, 468 വകുപ്പുകൾ കോടതി ഒഴിവാക്കി. ഇപ്പോൾ വാദം കേട്ട കോടതിക്ക് ഈ വകുപ്പുകൾക്ക് പരമാവധി ശിക്ഷ വിധിക്കാൻ കഴിയാത്തതിനാൽ CJയും കോടതി ശിക്ഷ വിധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ അപേക്ഷ നൽകി. ഈ സാഹചര്യത്തിൽ CJയും കോടതിയാവും ശിക്ഷാവിധി പറയുക. 1990 ഏപ്രിൽ 4-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ അടിവസ്ത്രത്തിൽ ലഹരിമരുന്നുമായി പിടിയിലായിരുന്നു. ഇയാളെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റിയെന്നാണ് കേസ്. കേസിൽ ആൻഡ്രൂ സാൽവദോറിനെ തിരുവനന്തപുരം സെഷൻസ് കോടതി 10 വർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി വിട്ടയച്ചു. സാൽവദോറിന്റെ അഭിഭാഷകയുടെ ജൂനിയർ ആയിരുന്നു ആന്റണി രാജു. ആന്റണി രാജു കോടതിയിലെ ക്ലർക്കിന്റെ സഹായത്തോടെ തൊണ്ടി മുതലായ അടിവസ്ത്രം പുറത്തെത്തിച്ച് വെട്ടിത്തയ്ച്ച് ചെറുതാക്കി തിരികെ വെച്ചെന്നാണ് കേസ്. പ്രതിയെ ഹൈക്കോടതി വിട്ടയക്കാൻ തൊണ്ടിയിലെ അളവ് വ്യത്യാസം നിർണായകമായി.